blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് വീക്സ് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ്സ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കൊച്ചിയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നും ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുമുള്ള സന്ദേശങ്ങളാണ് ഈ ആഴ്ചയിലും നിങ്ങൾ കാണാൻ പോകുന്നത്. വിവിധ പ്രോഗ്രാമുകൾ നിങ്ങൾ ഈ ആഴ്ചയിൽ കാണും. ഡോണ്ട് മിസ് ഈവൻ വൺ എപ്പിസോഡ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും ചേർന്ന് ബിനുരാജ് നീതു ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അവർ സെലിബ്രേറ്റ് ചെയ്തല്ലോ. കർത്താവ്, ഈ കുടുംബത്തെ അങ്ങയുടെ നന്മകളാൽ, ദാമ്പത്യ നന്മകളാൽ, കുടുംബജീവിതത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും എല്ലാ മേഖലയിലും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകൾ നയനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എല്ലാ അസുഖങ്ങളും സൗഖ്യമാകട്ടെ. വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മകൻ ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അതുപോലെ ഭാവിയെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ബിനുരാജ് ആൻഡ് നീതു. കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, രാജസ്ഥാനിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ 5 പെൺമക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവെ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളാലും സകലവിധ നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്കായി പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കർത്താവ് തനിക്ക് തിരികെ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തനിക്കൊരു നല്ല പ്രമോഷൻ കൊടുക്കണമേ. 4ാമത്തെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് സ്ഥിരമായ ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പിലെപ്സി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ആ ഒരു വിടുതൽ അങ്ങ് കൽപ്പിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ സഹോദരൻ്റെ പേര് ഷൈജു എന്നാണ്. ഈ സഹോദരൻ പറയുന്നത് താൻ 18ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ മദ്യപാനമാണ്. നമ്മൾ സാധാരണ ആളുകൾ മദ്യപിച്ച വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും തൻ്റെ പതിവ് 2 മണി 3 മണിക്കൊക്കെ വീട്ടിൽ വരത്തുള്ളൂ മദ്യപിച്ച് കഴിഞ്ഞാൽ. മാത്രമല്ല, ചില ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ മുറിയെടുത്ത് താമസിക്കും. അത്രയും ലേറ്റ് നൈറ്റ് വരെ നിർത്താതെ മദ്യപിച്ച് ലക്ക് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കഠിനമായ മദ്യപാനമായിരുന്നു. എന്നാൽ താൻ പറയുന്നത് ബ്ലെസ്സിങ് ടുഡേ താൻ വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങി. താൻ പറയുന്നത് ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയപ്പോൾ താൻ പോലും അറിയാതെ ഈ പാപ സ്വഭാവത്തോടൊരു വെറുപ്പ് തൻ്റെ അകത്ത് വന്നു തുടങ്ങി. ആരും തന്നോട് ഉപദേശിക്കാതെ തന്നെത്താനെ താൻ ആ മദ്യപാനം നിർത്തി. ഇപ്പോൾ തനിക്ക് 42 വയസ്സുണ്ട്. 18 വയസ്സിൽ തുടങ്ങി അത്രയും വർഷത്തെ ശീലം, ആ ദുശീലം കർത്താവ് ബ്ലെസ്സിങ് ടുഡേയിലൂടെ പ്രവർത്തിച്ചു. കർത്താവ് തനിക്ക് രൂപാന്തരം നൽകി. പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടുത്തെ ഒരു ലീഡറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ഈ 2013 ഇവിടെ വന്നത്.
ഇടയ്ക്ക് ഒരു ഉഷ എന്ന് പറഞ്ഞ ആൻറ്റിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും വരുമായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഇപ്പോൾ റെഗുലറായിട്ട് കഴിഞ്ഞ ഫ്രഷ് ഫെയർ ഫെബ്രുവരി ആണെന്നല്ലോ, അന്ന് വന്നു. പിന്നെ മാർച്ചിലാണ് ഞാൻ റെഗുലറായിട്ട്, പിന്നെ ഒറ്റ സൺഡേ മുടങ്ങാണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ കഴിഞ്ഞ ഫ്രഷ് ഫയർ എന്ന് പറഞ്ഞ ഒരാഴ്ച നടന്ന ആ മീറ്റിംഗിൽ ഫെബ്രുവരി മാസത്തിലാണ് ഈ 2013 വന്ന് മനസാന്തരപ്പെട്ട് മദ്യപാനം നിർത്തി അതിനോടകം കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി ഇദ്ദേഹം കർത്താവ് മാറ്റിയിരിക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഒരു അത്ഭുത സാക്ഷ്യം കൂടി തനിക്കുണ്ട്. ഈ സഹോദരന് താൻ ഈ ചർച്ചിൽ വരുന്നതിന് മുൻപ് താൻ ബ്ലെസ്സിംഗ് കൂടെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. താൻ പറയുന്നു 5 മാസമായിട്ട്, ആ സമയത്ത് 5 മാസമായി തുടർമാനമായി തനിക്ക് കാലിൻ്റെ ഉള്ളനടി വളരെ വേദനയായിരുന്നു. തനിക്ക് വളരെ വർഷങ്ങളായിട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 5 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്താൻ സാധിക്കില്ല. വളരെ സമയം കഴിഞ്ഞ് മാത്രമേ പതുക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഇദ്ദേഹം ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നത് കൊണ്ട് കാറിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. താൻ പറയുന്നു 5 മിനിറ്റൊക്കെ അതിൽ ഇരുന്ന് കാല് പതുക്കെ സ്ട്രെച്ച് ചെയ്ത് മാത്രമാണ് തനിക്ക് കാറിൽ നിന്ന് പോലും ഇറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ 5 മാസമായിട്ട് എല്ലാ ദിവസവും തുടർമാനമായി ഇത് അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഏപ്രിൽ മാസം ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ബ്ലെസ്സിംഗിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ കട്ടിൽ തന്നെ കിടക്കുകയാണ്. കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ പറഞ്ഞു, ഇതുപോലെ കാൽ നിലത്ത് കുത്തുവാൻ പറ്റാത്ത പോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ തനിക്കൊരു വിശ്വാസം തോന്നി. താൻ ഉള്ളനടിയിലേക്ക് കയറി പിടിച്ചു. പഴയ പോലത്തെ വേദനയില്ല. അപ്പോൾ തന്നെ ചാടി നിലത്തിറങ്ങി. ഒരു വേദനയും ആ സമയത്ത് താൻ അനുഭവിച്ചില്ലെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ആ പ്രശ്നം വന്നിട്ടില്ല. കംപ്ലീറ്റ് ഹീലിംഗ് കർത്താവ് കൊടുത്തു. ഇന്ന് നമ്മുടെ ഒരു ഏലൂർ സോണിന്റെ ഒരു അസിസ്റ്റന്റ് സോണൽ ലീഡറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ കാലിന് ഒരു പ്രശ്നമില്ലെന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇരിക്കുന്നതിന്റെ പുറകിലായിട്ടാണ് ഇദ്ദേഹം സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഭാഗത്തുള്ള ആളുകളെയാണ് ഇദ്ദേഹം വോളണ്ടറി വർക്കിലൂടെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോൾ എല്ലായ്പ്പോഴും സ്പ്രിങ്ങിലായിരുന്നു. വർഷിപ്പ് ടൈമിൽ എല്ലായ്പ്പോഴും താൻ സ്പ്രിങ്ങിലായിരുന്നു. തൻ്റെ കാലിന് ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. കർത്താവ് കൊടുത്തി വലിയ സൗഖ്യത്തിനായി കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപയും ശക്തിയും പകർന്ന് ഇതുവരെ ഈ മകനെ നടത്തിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Father, we cannot count even the blessings that you have showered upon us. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് എണ്ണിത്തീർക്കുവാൻ കഴിയില്ല കർത്താവേ. Hallelujah. Hallelujah. Thank you so much, Lord. നന്ദി കർത്താവേ. Keep on speaking to us, keep on building us. കർത്താവേ, ഞങ്ങളെ തുടർന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ, ഞങ്ങളെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Speak to us, Lord. ഞങ്ങളോട് സംസാരിക്കണമേ പിതാവേ. Bless us more so that we will be a great blessing to others. കർത്താവേ, ഞങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ സഹായിക്കണമേ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Today I'm going to speak something very special to you. ഇന്ന് വളരെ സവിശേഷമായ ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. The message is titled Strength in Your Weakness. നിങ്ങളുടെ ബലഹീനതകളിൽ ബലം. Hallelujah. Hallelujah. Tell your neighbor, there comes a strength into your weakness. അടുത്ത ആളോട് പറയുക, നിങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവത്തിന്റെ ശക്തി വരികയാണ്. Hallelujah. Hallelujah. Everybody say, strength is flowing into my weakness. എല്ലാവരും പറയാമോ, എൻ്റെ ബലഹീനതകളിലേക്ക് ശക്തി ഒഴുകി വരികയാണ്. Say it again. എൻ്റെ ബലഹീനതകളിലേക്ക് ശക്തി ഒഴുകി വരികയാണ്. Hallelujah. Hallelujah. Man is a mortal being. മനുഷ്യൻ മർത്യനാണ്, അവൻ നശിച്ചു പോകുന്നവനാണ്. But God is an immortal being. എന്നാൽ ദൈവം അമർത്യനാണ്, അവന് നാശം സംഭവിക്കുന്നില്ല. Man becomes sometimes very tired. പലപ്പോഴും മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നു. Sometimes we are very exhausted. പലപ്പോഴും നമ്മൾ അവശരായി മാറുന്നു. We say, Lord, I don't have any strength even to stand up. പലപ്പോഴും നമ്മൾ കർത്താവേ ഒന്ന് നിൽക്കാൻ പോലും എനിക്ക് ശേഷിയില്ലെന്ന് പറയും. Sometimes we lie down in the bed and we have no strength even to sit up.
പലപ്പോഴും നമ്മൾ കട്ടിൽ കിടന്നിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പോലും ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത വിധം ബലപ്പെട്ട് നമ്മൾ ക്ഷീണിതരായിരിക്കും. But our God is not like that. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. God has no cold or fever. കർത്താവിന് ജലദോഷവും പനിയൊന്നുമില്ല. No flu. അവന് ജലദോഷമില്ല. No fungus infection, virus infection. ഫംഗസിന്റെ വൈറസിന്റെ ഇൻഫെക്ഷനുകൾ അണുബാധയൊന്നും അവന് ഏൽക്കുകയില്ല. Our God is a strong God. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. His name is Almighty God. അവന്റെ പേര് സർവശക്തനായ ദൈവം എന്നാണ്. Hallelujah. ഹല്ലേലൂയ. You know the story of Abraham and Sarah. നിങ്ങൾക്ക് അബ്രഹാമിന്റെയും സാറയുടെയും കഥ അറിയാമല്ലോ. When they were getting old, they were 75 years. അവർ 75 വയസ്സായി അങ്ങനെ പ്രായാധിക്യം And no children. അവർക്ക് കുട്ടികളില്ല. Both of them were very weak. രണ്ടുപേരും ശരീരത്തിൽ ക്ഷീണിച്ച് ബലഹീനരായിരുന്നു. There was a time God came and showed up and said, I'm El Shaddai. ആ സമയത്താണ് കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. എൽ ഷദായ്. I'm El Shaddai. ഞാൻ എൽ ഷദായ് ആകുന്നു. El Shaddai means strong like a mountain. എൽ ഷദായ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു പർവ്വതം പോലെ ബലമുള്ളത്. Meaning, അർത്ഥം, look at me. നോക്കിയാലോ, You may be weak, നിങ്ങൾ ബലഹീനരായിരിക്കാം, but I'm strong. പക്ഷെ ഞാൻ ശക്തനാണ്. Your wife may be very weak, നിങ്ങളുടെ ഭാര്യ വളരെ ബലഹീനയായിരിക്കാം. and your wife's uterus may be very weak. നിന്റെ ഭാര്യയുടെ ഗർഭപാത്രം വളരെ ബലഹീനമായിരിക്കാം. Cannot bear a child. ഒരു കുഞ്ഞിനെ വഹിക്കുവാൻ പറ്റാതെ വണ്ണം ബലഹീനമായിരിക്കാം. But Abraham, look at me. പക്ഷെ അബ്രഹാമെ നോക്ക്, I am strong. ഞാൻ ബലവാനാണ്. I am El Shaddai. ഞാൻ എൽ ഷദായാണ്. I will strengthen you. ഞാൻ നിന്നെ ബലപ്പെടുത്തും. And this is the message I want to tell you this morning. ഇന്ന് രാവിലെ നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. You may be weak in your body. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ക്ഷീണിതരായിരിക്കാം. Your mind may be very weak. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കാം. Your spirit may be very weak. നിങ്ങളുടെ ആത്മാവിൽ ക്ഷീണിച്ചിരിക്കാം. But God is strong. പക്ഷെ കർത്താവ് ബലവാനാണ്. And the Bible says, വചനം പറയുന്നു, He is our strength. ആ കർത്താവാണ് നമ്മുടെ ബലം. He is our fortress. അവനാണ് നമ്മുടെ കോട്ട. He is our rock. അവൻ നമ്മുടെ പാറയാകുന്നു. He is our mountain. അവൻ നമ്മുടെ പർവ്വതമാകുന്നു. Are you there? നിങ്ങളുണ്ടോ? കൂടെയുണ്ടോ? Hallelujah. ഹല്ലേലൂയ. And this is what I believe. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. On the last and final day of the mega festival today, ഇന്ന് ഈ മെഗാ ഫെസ്റ്റിവലിന്റെ അവസാന ദിവസം I believe the Lord is going to show up as a strength giver to all the weak people here. ഇവിടെ ഇരിക്കുന്ന ഓരോ ബലഹീനർക്കും ശക്തിയുള്ള ദൈവമായി ബലമായി കർത്താവ് ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. If you want strength, it is available today. ഇന്ന് നിങ്ങൾക്ക് ബലം വേണോ? ഇന്ന് ഇവിടെ അത് ലഭ്യമാണ്. And God's strength is eternal strength. കർത്താവിന്റെ ബലം എന്നുള്ളത് നിത്യമായ ബലമാണ്. Immortal strength. അമർത്യമായ ബലമാണ്. Inexhaustible strength. ഒരിക്കലും നശിച്ചു പോകാത്ത ബലമാണ്. Lift both of your hands and thank Him, worship Him. രണ്ട് കരങ്ങളെയും ഉയർത്തി ആ കർത്താവിനൊന്ന് ആരാധിച്ചാലും. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Even to your home, the power of the Holy Spirit is coming this morning. ഇന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. Personally speaking, I was a very, very weak personality. ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ഞാൻ ഏറ്റവും ബലഹീനനായ ഒരു വ്യക്തിത്വമായിരുന്നു. Silly things would upset me. ചെറിയൊരു കാര്യം പോലും മതി എന്നെ അത് വളരെ അപ്സെറ്റ് ആക്കുമായിരുന്നു. Small issues would take away my power. ചെറിയ കാര്യങ്ങൾ മതി ഞാൻ വേഗത്തിൽ ക്ഷീണിതനായി മാറുമായിരുന്നു. I was like a touch me not plant. ഞാനൊരു തൊട്ടാവാടി പോലെ ആയിരുന്നു. Oh, don't touch me. അയ്യോ, എന്നെ തൊടല്ലേ, ഞാൻ പാവം. Power me. Don't touch me. I was like that. ഞാൻ അതുപോലെ ആയിരുന്നു. I was mentally very weak. ഞാൻ മാനസികമായും വളരെ Emotionally very weak. വൈകാരികപരമായിട്ടും അങ്ങനെയായിരുന്നു. Easily disturbed. വളരെ പെട്ടെന്ന് ഞാൻ മുഷിയുമായിരുന്നു. But I found out one thing. പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടെത്തി. The Lord is the source of my strength. എനിക്ക് ആവശ്യമുള്ള ബലത്തിന്റെ ഉറവിടം കർത്താവാണ്. Whenever I am weak, He will supply His strength. എപ്പോഴൊക്കെ ഞാൻ ബലഹീനനായി തീരുന്നു അപ്പോഴൊക്കെ കർത്താവിന്റെ ബലം എനിക്ക് അവൻ നൽകുന്നു.
Say something. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാലോ. Hallelujah. ഹല്ലേലൂയ. And today the power of the Holy Spirit is flowing. ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ ഒഴുകുന്നുണ്ട്. Hallelujah. ഹല്ലേലൂയ. Praise God. Praise God. When Jesus was ministering on earth, യേശു ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ whoever came after him, ആരൊക്കെ അവന്റെ പുറകെ ചെന്നു? sometimes blind people came. ചിലപ്പോൾ കുരുടന്മാർ അനുഗമിച്ചു. Son of David, ദാവീദ് പുത്ര, give us eyesight. ഞങ്ങൾക്ക് കാഴ്ച നൽകണം. You know what happened? എന്ത് സംഭവിച്ചു? Power came forth ശക്തി അവരിൽ നിന്ന് പുറപ്പെട്ടു. and opened their eyes. അവരുടെ കണ്ണുകൾ തുറന്നു. The lady with the issue of blood, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, she just touched the hem of his garment. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവളൊന്ന് കയറി തൊട്ടു. The Bible says വചനം പറയുന്നു, power went forth, ശക്തി അവളിൽ നിന്ന് പുറപ്പെട്ടു. touched her, അവളെ സൗഖ്യമാക്കി. she was healed. അവൾ സൗഖ്യമായി. In the same way, അതുപോലെ തന്നെ the same Jesus, അതേ യേശു this morning, ഇന്ന് രാവിലെ power is released. ആ ശക്തി അവൻ പുറപ്പെടുവിക്കുകയാണ്. Power is released. ആ ശക്തി അവൻ ഇവിടേക്ക് അയക്കുകയാണ്. To touch you, to heal you, to strengthen you. നിന്നെ തൊടുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ. Hallelujah. ഹല്ലേലൂയ. So what should you do? നിങ്ങൾ എന്ത് ചെയ്യണം? Just do one thing. ഒരു കാര്യം ചെയ്താൽ മതി. Connect with Jesus. യേശുവുമായിട്ട് കണക്ട് ചെയ്യുക. How can you connect with Jesus? നിങ്ങൾക്ക് എങ്ങനെ യേശുവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും? It is only through your faith you can touch Jesus. നിങ്ങളുടെ വിശ്വാസത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് കർത്താവിനെ തൊടുവാൻ കഴിയുള്ളൂ. If you have a faith cable, നിങ്ങൾക്ക് ഒരു വിശ്വാസം എന്ന കേബിൾ ഉണ്ടെങ്കിൽ you can connect with Jesus. ആ കേബിൾ യേശുവിലേക്ക് കണക്ട് ചെയ്യാം. The power will be flowing. ആ ശക്തി പുറപ്പെടും. The power will be flowing from Jesus to you. യേശുവിൽ നിന്നുള്ള ശക്തി നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരും. If you don't have any faith, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, no connection, കണക്ഷൻ ഇല്ല, the power will not flow. ശക്തിയും കടന്നു വരില്ല. How many of you understand what I'm saying? ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? Hallelujah. ഹല്ലേലൂയ. How many of you have brought the faith cable today? ഇന്ന് എത്ര പേർ വിശ്വാസത്തിന്റെ കേബിളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്? Hallelujah. ഹല്ലേലൂയ. Connect it to Jesus. യേശുവിലേക്ക് അത് കണക്ട് ചെയ്യുക. Receive the power. അവരിൽ നിന്നും ശക്തിയെ സ്വീകരിക്കുക. Get strong in life. ജീവിതത്തിൽ ബലം പ്രാപിക്കുക. Hallelujah. ഹല്ലേലൂയ. Power is available. ഇന്ന് ശക്തി ഇവിടെ അവൈലബിൾ ആണ്. As I'm speaking these words, ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ I know the power is flowing. എനിക്കറിയാം ഇവിടെ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Not only here, ഇവിടെ മാത്രമല്ല, wherever people stretch the cable of faith, the power is flowing. എവിടെയെല്ലാം വിശ്വാസത്തിന്റെ കേബിളുകൾ ആളുകൾ ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടോ അവിടേക്കെല്ലാം ശക്തി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. This is a strength festival. ഇത് ഒരു ബലത്തിന്റെ ഉത്സവമാണ്. Hallelujah. Hallelujah. We will read a verse from the Bible. നമ്മൾ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ പോവുകയാണ്. 2 Corinthians chapter 12. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം Verse number 9. 9-ാമത്തെ വചനം. But he said to me, the Lord Jesus said to Paul, my grace is sufficient for you, for my power is made perfect in weakness. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വചനം. എന്നാൽ അവിടുന്ന് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. This was answer to his prayers. അത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിരുന്നു. Because that time Paul the apostle was in trouble. കാരണം ആ ഒരു സമയത്ത് പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രശ്നത്തിലായിരുന്നു. What was the trouble? എന്തായിരുന്നു ആ പ്രശ്നം? He received a lot of revelation from God. കർത്താവിൽ നിന്ന് ഒത്തിരി വെളിപ്പാടുകൾ അവന് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നു. More than any apostle he was receiving revelation from God. മറ്റ് ഏതൊരു അപ്പോസ്തലനേക്കാളും കൂടുതൽ വെളിപ്പാടുകൾ പൗലോസിന് ലഭിച്ചുകൊണ്ടിരുന്നു. And sometimes he became very proud. ചില സമയത്ത് അദ്ദേഹത്തിന് വളരെ അതിൽ ഒരു അഭിമാനം പോലെ വന്നു. അഹങ്കാരം. And that was the time some satanic force came and disturbed him. ആ സമയത്ത് ചില അശുദ്ധാത്മാക്കൾ, സാത്താന്റെ ശക്തികൾ വന്ന് അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. And he started praying. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Lord, remove the satanic spirit. കർത്താവേ, ഈ സാത്താന്റെ ശക്തികളെ മാറ്റണമേ, അകറ്റണമേ. But it was not removed. പക്ഷെ അത് പോയില്ല. But instead God showed up. പക്ഷെ അതിന് പകരം കർത്താവ് ഇറങ്ങി വന്നു. And the Lord said, my grace is sufficient for you.
പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. And my strength will be made perfect in your life. നിന്റെ ജീവിതത്തിൽ എൻ്റെ ശക്തി അത് നിനക്ക് തികഞ്ഞു വരുന്നതാണ്. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. My strength will be made perfect in your weakness. എൻ്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ അത് തികഞ്ഞു വരുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Praise God. Praise the Lord. Can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. In each one of us we have some weaknesses or other. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നൊരു കാര്യത്തിൽ നമ്മൾ ബലഹീനരാണ്. പക്ഷേ God is not going to throw away because of your weakness. നിങ്ങൾക്ക് ആ ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിന്നെ ഒരിക്കലും വലിച്ചെറിഞ്ഞ് കളയുകയില്ല. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? Because one day Jesus said, ഒരിക്കൽ യേശു പറഞ്ഞു, I will never leave you. ഞാൻ നിന്നെ ഒരു നാൾ I ഉപേക്ഷിക്കുകയില്ല. will never forsake you. ഒരു നാൾ നിന്നെ മറന്നു കളയുകയില്ല. He is God. അവൻ ദൈവമാണ്. He is not a man. അവനൊരു മനുഷ്യനല്ല. He cannot tell lies. അവന് നുണ പറയുവാൻ കഴിയുകയില്ല. He cannot tell lies. അവന് നുണ പറയുവാൻ കഴിയുകയില്ല. He said, I will never leave you nor forsake you. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. He cannot tell lies. അവന് വ്യാജം പറയുവാൻ കഴിയുകയില്ല. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒത്തിരി പേര് വിശ്വസിക്കുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇതുവരെ യേശുവിൻ്റെ ഒരു അത്ഭുതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അനുഭവിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് കാണുകയും ഉള്ളിൽ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ടോൺസിലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമിനീരിറക്കുവാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലൈറ്റിസ്, കഴുത്തിന് ചുറ്റും അതുപോലെ കയ്യിലേക്കൊക്കെ വേദന ഇറങ്ങുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഹെലൻ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. കഴുത്തിൻ്റെ പിന്നിൽ നിന്നും താഴേക്ക് നട്ടലിലൂടെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ഹെലൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വിവിധ രോഗങ്ങൾ വിവിധ വ്യക്തികളിൽ നിന്നും ഇപ്പോൾ മാറിപ്പോകട്ടെ. കുടലിനകത്തുള്ള അൾസറുകൾ സൗഖ്യമാകട്ടെ. വൻകുടലിന് പഴുപ്പ് ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. വിവിധ അലർജി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. നിങ്ങൾ ഭർത്താവ് ഭാര്യ അടുത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ചില പുരുഷന്മാരിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിൻ്റെ ക്യാൻസർ, അതിലുള്ള സ്വെല്ലിംഗ്, വിവിധ രീതിയിലുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽ മുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലും ഇപ്പോൾ അങ്ങ് കർത്താവെ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പക്ഷെ നാളത്തെ എപ്പിസോഡ്
കാണാൻ മറക്കരുത്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് നാളെ ഉള്ള സന്ദേശം, അതുകൊണ്ട് കാണാൻ മറക്കരുത്. ഈ വെള്ളിയാഴ്ച നമുക്ക് ആലപ്പുഴയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. തീർച്ചയായും വരണം. ശനിയാഴ്ച കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു. ഇതിൽ രണ്ടിലും വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന സന്ദേശങ്ങൾ കുറിച്ചെടുക്കുവാൻ സെർമൺ നോട്ട് കീപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ആശിഷമാരി എന്ന ഈ പുസ്തകം നിങ്ങളെ വചനത്തിലൂടെ ഉള്ള ഒരു യാത്രയിൽ നിങ്ങളെ സഹായിക്കും. അതുപോലെ നമ്മുടെ സോങ് CD, സോങ് ബുക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കി ആത്മീയ ജീവിതത്തെ പണിയുന്ന, വളരെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന, എൻറിച്ച് ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് പറഞ്ഞതാര്? Who said even the wind and the sea obey him? Options: A സഹോദരന്മാർ, B പരീശന്മാർ, C സദൂക്യർ, D ശിഷ്യന്മാർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.